ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമ്മുടെ സൈലന്റ് ബാങ്കിങ് റീസണിംഗ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ എൻറ്റയർ സിലബസ് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഓരോ ടോപ്പിക്കിനും എത്രയൊക്കെയാണ് വെയിറ്റേജ്, ഏതൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നമ്മളുടെ ബാങ്ക് എക്സാമിലെ റീസണിങ്ങിന്റെ സ്ട്രാറ്റജി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം. സോ വേഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നോക്കാം നമ്മളുടെ റീസണിങ്ങിന്റെ സ്ട്രാറ്റജി. ഓക്കെ, ആദ്യം തന്നെ നമ്മളുടെ പ്രിലിംസിന് റീസണിങ് എത്ര മാർക്കിനാണ് ചോദിക്കുക? RRB ഒഴികെയുള്ള എക്സാമിന് റീസണിങ്ങിന് എത്ര ക്വസ്റ്റ്യൻ ആണ്? 35 ക്വസ്റ്റ്യൻ, 35 മാർക്ക്, 20 മിനിറ്റ്. എക്സാം പാറ്റേണിനെ പറ്റിയിട്ട് ഒരുപാട് ഞാൻ പറയാത്തത്, ഓൾറെഡി നമ്മുടെ എക്സാം പാറ്റേൺ അനാലിസിസിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ രേവതി മിസ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. നമുക്ക് വരാനിരിക്കുന്ന എല്ലാ എക്സാംസിന്റെയും പാറ്റേൺ മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, RRB ഒഴികെയുള്ള പ്രിലിംസിന് നമ്മളുടെ റീസണിങ്ങിന് 35 ക്വസ്റ്റ്യൻ, 35 മാർക്ക്, 20 മിനിറ്റ്. ഓക്കെ, RRBക്ക് ആണെങ്കിലോ ക്വാണ്ടിനും റീസണിങ്ങിനും കൂടെ 40 ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആണ്. 80 മാർക്കും. എത്ര മിനിറ്റ് ആണ് നമുക്കുള്ളത്? ആകെ നമുക്ക് 45 മിനിറ്റ് മാത്രമാണ് എന്ത് എക്സാമിന് കിട്ടുക. അത് സെക്ഷണൽ ടൈമിംഗ് ഇല്ല. രണ്ടിനും കൂടെ നമുക്ക് എത്രയാണ്? 45 മിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് പ്രിലിംസിന് എങ്ങനെ 35-ൽ 35 വാങ്ങാം? ഓൾറെഡി നമ്മുടെ തംബ്നെയിൽ അങ്ങനെയായിരുന്നു അല്ലെ? അത് വെറുതെ പറഞ്ഞതല്ല. നമ്മള് കറക്റ്റ് ആയിട്ടുള്ള രീതി ഫോളോ ചെയ്താൽ ഈ 35-ൽ 35 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ പ്രിലിംസിനെ ഞാൻ അങ്ങ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ പ്രിലിംസിനെ അങ്ങ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതായത് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു സെക്ഷൻ ആക്കി ബാക്കിയുള്ളതിനെ മിസ്ലേനിയസ് ആക്കി അങ്ങ് എടുത്തു. അത് പറയാനും നമുക്ക് പഠിക്കാനും ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് മാത്രം നിങ്ങൾ അതിനെ കരുതിയാൽ മതി. നിങ്ങൾക്ക് അപ്പൊ തോന്നും, എങ്കിൽ ഈ പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന് മാത്രം അതിനെ മാത്രം എന്താ സെപ്പറേറ്റ് ആക്കിയത്, ബാക്കിയുള്ളതിനെ മിസ്ലേനിയസ് ആക്കിയത് എന്തായിരിക്കും? അതിന് കാരണമുണ്ട്. കാരണം നമ്മളുടെ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ് പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. കാരണം പസിൽസിനും സീറ്റിംഗ് അറേഞ്ച്മെന്റിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളുടെ പ്രിലിംസിന് ടോട്ടൽ 35 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഈ 35-ൽ 15 മുതൽ 20 മാർക്സിന് വരെ ചോദിക്കുന്ന സെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് 20 മാർക്സിന് വരെയും എന്താ ചോദിക്കുക? പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റാ. നിങ്ങളൊന്ന് ആലോചിച്ചേ, 35-ൽ 20 മാർക്ക് വരെ പസിലിനും സീറ്റിംഗ് അറേഞ്ച്മെന്റിനും ഉണ്ട് എന്ന് പറയുമ്പോൾ 50% കൂടുതൽ വെയിറ്റേജ് ആർക്കാണ്? പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിനാണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ സെപ്പറേറ്റ് ആക്കി ഇട്ടേക്കുന്നത്. അതിലേക്ക് വരാം. അപ്പം 35-ൽ 20 മാർക്സിന് വരെ പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റും ചോദിക്കുമെങ്കിൽ ബാക്കി 15 മാർക്കിന് ചോദിക്കുന്ന ആൾക്കാരാണ് ദേ ഇത്രയും. മിസ്ലേനിയസ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് എന്നല്ല, അല്ലെങ്കിൽ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് മതി എന്നല്ല. നമുക്ക് 35-ൽ 20 കിട്ടിയാൽ നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യുമോ? ഇല്ല. നമുക്ക് ഫുള്ള് വാങ്ങണം അല്ലെ? നമുക്ക് ഓരോന്നിനും ഡിഫറെന്റ് കട്ട് ഓഫ് ആണ്. കട്ട് ഓഫിനെ പറ്റിയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മിസ്ലേനിയസ് ടോപ്പിക്സിനകത്തിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഡയറക്ഷൻ ടെസ്റ്റ്, ബ്ലഡ് റിലേഷൻ, ഇൻഇക്വാളിറ്റി, കോഡിംഗ് ഡീകോഡിംഗ്, ആൽഫ ന്യൂമറിക് ആൻഡ് സിലോജിസം. മിസ്ലേനിയസിനകത്തിൽ ഇത്രയും ടോപ്പിക്കേ ഉള്ളെന്നല്ല, പ്രിലിംസിന് ഈ 6 ടോപ്പിക്കേ ചോദിക്കൂ. ഈ 6 ടോപ്പിക്കിൽ നിന്നാണ് ബാക്കി 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ക്ലിയർ അല്ലേ? ബാക്കി 15 മാർക്കിന് ചോദിക്കുക ഈ 6 ടോപ്പിക്കിൽ നിന്നായിരിക്കും. എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ബാക്കി 15 മാർക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, 6 ടോപ്പിക്സ് നമുക്ക് ചോദിക്കുന്നത്, അത് നല്ല രീതിയിൽ പഠിക്കുക. കാരണം നമുക്ക് ടോട്ടൽ 20 മിനിറ്റ്സ് ആണ് എന്തിനുള്ളത്? എക്സാമിനുള്ളത് അല്ലെ? ടോട്ടൽ 20 മിനിറ്റ് ആണ് നമുക്ക് എക്സാമിനുള്ളത്. ഈ 20 മിനിറ്റിൽ പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റും ചെയ്യണം. അത് കൂടാതെ ഈ മിസ്ലേനിയസ് സെക്ഷനും നമുക്ക് ചെയ്യണം അല്ലെ? അപ്പൊ ഈ മിസ്ലേനിയസ് സെക്ഷൻസ് എത്രയും വേഗത്തിൽ ചെയ്ത് തീർക്കുന്നോ അത്രയും സമയം നമുക്ക് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന് കിട്ടുകയാണ്. ഞാൻ പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടോ? ഈ മിസ്ലേനിയസ് എന്ന് പറയുമ്പോൾ ഇതിനെ ഞാൻ ഈ ഒരു കൂട്ടത്തിൽ പെടുത്തി അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസേ ഉള്ളൂ, പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റും മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റും ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ തന്നെ ഇതും നമുക്ക് ഇമ്പോർട്ടന്റ് ആ പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അതിനെ മിസ്ലേനിയസിൽ പെടുത്തി എന്ന് മാത്രം, പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ ടോപ്പിക്കുകൾ, ഈ 6 ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഈ 20 മിനിറ്റിൽ മാക്സിമം ഒരു 6 to 7 or 8 മിനിറ്റ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് തീർക്കണം.
അങ്ങനെ ചെയ്ത് തീർത്തെങ്കിൽ മാത്രമേ 20 മിനിറ്റിൽ നമുക്ക് 35 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റൂ. ക്ലർക്കിന്റെ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് 35 ക്വസ്റ്റ്യൻസും ചെയ്യാം, നല്ലതുപോലെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ. ഓരോ ടോപ്പിക്കും നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ ഈ മിസ്ലേനിയസ് അത്ര നന്നായി നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ 6 to 7 or 8 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ മിസ്ലേനിയസ് സെക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കവർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലേ ബാക്കി സഫിഷ്യന്റ് ടൈം നിങ്ങൾക്ക് എന്തിന് കിട്ടത്തുള്ളൂ, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അതായത് ഇപ്പൊ 2 പസിലും 2 സീറ്റിംഗ് അറേഞ്ച്മെന്റും ആയിരിക്കും. ഓരോ പസിലിൽ നിന്നും 5 ക്വസ്റ്റ്യൻ ഉണ്ടാകും അല്ലെ. അപ്പൊ ഈ 20 ക്വസ്റ്റ്യൻസും, അതായത് 2 പസിലും 2 സീറ്റിംഗ് അറേഞ്ച്മെന്റും, ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് ടൈം എടുക്കാനില്ല. എങ്കിൽ പോലും ഉള്ള ടൈമിൽ മാക്സിമം ടൈം നമ്മൾ എന്തിനായിരിക്കും യൂട്ടിലൈസ് ചെയ്യേണ്ടത്, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിനായിരിക്കും. സോ അത് നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം കിട്ടണമെങ്കിൽ ഈ മിസ്ലേനിയസ് നന്നായി അറിഞ്ഞിരിക്കണം. ഇതിപ്പോ നിങ്ങളെ ടെൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരാണ് ഈ കേൾക്കുന്നതെങ്കിൽ ഇത്രയും വേഗത്തിൽ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ ആദ്യത്തെ ദിവസം ഡയറക്ഷൻ ടെസ്റ്റ് പഠിച്ചു എന്നിരിക്കട്ടെ. എങ്ങനെ പഠിക്കണം എന്നായി പറയുന്നത്, ആദ്യത്തെ ദിവസം നമ്മൾ ഡയറക്ഷൻ ടെസ്റ്റ് പഠിച്ചു എന്നിരിക്കട്ടെ. ഇന്ന് ഡയറക്ഷൻ ടെസ്റ്റ് മാത്രം പഠിക്കുക. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ ബ്ലഡ് റിലേഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ ബ്ലഡ് റിലേഷൻ നന്നായിട്ട് പഠിക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പം എന്തിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യണം, ഡയറക്ഷൻ ടെസ്റ്റിന്റെയും ചെയ്യണം, ബ്ലഡ് റിലേഷന്റെയും ചെയ്യണം. അപ്പൊ 2 ദിവസം ആയപ്പോൾ ഈ 2 ടോപ്പിക്ക് കഴിഞ്ഞില്ലേ. അടുത്ത ദിവസം നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇന്നിക്വാളിറ്റിയും പ്രാക്ടീസ് ചെയ്യണം. ബാക്കി ഏതൊക്കെ പ്രാക്ടീസ് ചെയ്യണം, ഡയറക്ഷൻ ടെസ്റ്റും പ്രാക്ടീസ് ചെയ്യണം, ബ്ലഡ് റിലേഷനും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു ഓർഡർ മനസ്സിലായോ? നമ്മൾ ഇതിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും ഓരോ ദിവസവും കഴിയും തോറും ടോപ്പിക്കിൽ, അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ടോപ്പിക്കുകളുടെ എണ്ണം കൂടി വരികയാണ്. അങ്ങനെ ഒരു 6 ദിവസം ആകുമ്പോൾ തന്നെ ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആകും. നിങ്ങൾക്ക് തരും ഇതെല്ലാം വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ്. പിന്നെ ഓരോന്നിനും ലെങ്തി മെത്തേഡും ഉണ്ട്, ഈസി മെത്തേഡും ഉണ്ട് അല്ലെ. ഇപ്പൊ ഇന്നിക്വാളിറ്റി ഒക്കെ നമുക്ക് ഒറ്റ മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും ഞാൻ കള്ളം പറയാന്ന്. ഞാൻ കള്ളം പറയല്ല, ഒറ്റ മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഇന്നിക്വാളിറ്റിക്കുള്ളത്. ഇതെല്ലാമായിട്ട് നമ്മൾ ഇതേ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ടെൻസ്ഡ് ആകേണ്ട ഒരാവശ്യമില്ല. എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇത്രയും ടോപ്പിക്ക് നന്നായി പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പസിൽസിലേക്ക് കിടക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ നമ്മൾ മാത്സിലൊക്കെ പറയുമ്പോൾ ഇന്ന ടോപ്പിക്ക് പഠിച്ചിട്ടേ നമുക്ക് ഇന്ന ടോപ്പിക്ക് പഠിക്കാവൂ എന്നൊക്കെ നമ്മൾ പറയും, എങ്കിലേ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. പക്ഷെ നമ്മളുടെ റീസണിങ്ങിന്റെ കാര്യം പറയുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സിമ്പിൾ ടു ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് കൂടാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിപ്പം നല്ല രീതിയിൽ 6 ടോപ്പിക്ക് കഴിഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്താൽ മതി, ആ ടോപ്പിക്ക് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിലെ ഓരോ പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും പഠിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ 15 മാർക്കിനുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ മിസ്ലേനിയസ് പാർട്ട് നന്നായിട്ട് മനസ്സിലായോ? ഈ 6 ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. സോ ഡോണ്ട് വറി. ഇനി ഏതൊക്കെ പസിൽസ് ഉണ്ട്? ആക്ച്വലി പസിലിന്റെ മീനിങ് എന്താ? വാട്ട് ഈസ് ദി മീനിങ് ഓഫ് പസിൽസ്? സംതിങ് ഫീൽ ടു ബി കൺഫ്യൂസ്ഡ്. നമ്മളെ കൺഫ്യൂസ് ആക്കുന്നത് എന്തോ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, പസിൽസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ കുറേ അധികം സെന്റൻസസ് തരും. അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി എടുക്കണം. ആക്ച്വലി ഈ റീസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യണം. നമുക്ക് അത്യാവശ്യം ഇച്ചിരി ബോധമൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ആക്ച്വലി റീസണിങ്. ഓക്കെ, അപ്പൊ നമുക്ക് പസിൽസ് ചോദിക്കാം. ഇഷ്ടംപോലെ പസിൽസ് ഉണ്ട്. അതിൽ നമ്മുടെ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പസിലാണ് നിങ്ങൾ ഈ കാണുന്നത്. ബോക്സ് ബേസ്ഡ് പസിൽ, ഒന്നിന് മുകളിൽ ഒന്നായി ബോക്സസ് അടുക്കി വെച്ചിരിക്കുന്നു, അതിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫ്ലോർ ഓർ ലിഫ്റ്റ് ബേസ്ഡ് പസിൽ, മന്ത് ഓർ ഡേ ബേസ്ഡ് പസിൽ, ഓർഡർ ആൻഡ് റാങ്കിംഗ് ബേസ്ഡ് പസിൽ, ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽ, പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ പസിൽ, ഏജ് ബേസ്ഡ് പസിൽ ആൻഡ് ടാബുലർ ബേസ്ഡ് പസിൽ. ഇത്രയും പസിൽസ് ആണ് നമുക്ക് പ്രിലിംസിന് ചോദിക്കുക. പ്രിലിംസിൽ നമ്മൾ ബേസ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മെയിൻസ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതില് ഈ ആദ്യത്തെ 4 പസിൽസിലെ ബോക്സ്, ഫ്ലോർ, മന്ത് ഓർ ഡേ ആൻഡ് ഓർഡർ ആൻഡ് റാങ്കിംഗ് പസിൽ, ഈ ആദ്യത്തെ 4 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഷിഫ്റ്റിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇതിൽ നിന്ന് എല്ലാ ഷിഫ്റ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും എന്തുണ്ടാകും, ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ബാക്കിയുള്ളത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് വരിക ഈ ആദ്യത്തെ 4 കാറ്റഗറിയിൽ നിന്നാണ്. ക്ലിയർ അല്ലേ? ഓക്കെ,
ഇനി ഇതേപോലെ തന്നെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളുക. നമുക്കൊരു ബുക്ക് ഉണ്ടായിരിക്കണം റീസണിങ്ങിന്. ആ റീസണിങ്ങിന്റെ ബുക്കിൽ എഴുതി വെക്കുക. ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുന്തോറും അതിൽ ടിക്ക് ഇട്ട് പോവുക. അത് ടിക്കുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ കോൺഫിഡൻസും കൂടി വരും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, linear seating arrangement, circular seating arrangement, square and rectangular seating arrangement, triangular and parallel seating arrangement. ഇത്രയും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രിലിംസിന് വരിക. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓരോ ഷിഫ്റ്റിലും ഓരോന്നായിരിക്കും എന്ന് മാത്രം, വേറൊന്നുമില്ല വ്യത്യാസം. ആക്ച്വലി പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റും ഒരേ കാറ്റഗറിയിൽ പെടുന്നതാണ്. പിന്നെ നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പസിലായിട്ടും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിട്ടും തരം തിരിച്ചു പഠിക്കുന്നു എന്ന് മാത്രം. ക്ലിയർ അല്ലേ? യെസ്. സോ ഈ 20 മാർക്സിന് ചോദിക്കുന്ന ഈ പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റും മനസ്സിൽ വെച്ചോളുക. അത്രത്തോളം കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റിലൊക്കെ പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് പ്രിലിംസിന്റെ കേസ്. 35 മാർക്കിനുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. 35 ക്വസ്റ്റ്യൻ, 35 മാർക്ക്, 20 മിനിറ്റ്. ഓക്കെ, ഇനി ഇത് ഇത്രയും പ്രിലിംസ്. പ്രിലിംസ് എന്താ പറയാ, കിട്ടുക എന്നുള്ളതാണോ നമ്മളുടെ ലക്ഷ്യം? നമുക്ക് ആക്ച്വലി ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. പ്രിലിംസ് എന്ന് പറയുന്ന ക്വാളിഫൈങ് നേച്ചർ ആണ്. ജസ്റ്റ് മെയിൻസിലേക്കുള്ള ഒരു എൻട്രി മാത്രമാണ് പ്രിലിംസ്. നമുക്ക് മെയിൻസ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ. PO ആണെങ്കിൽ അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട്. ക്ലർക്ക് ആണെങ്കിൽ മെയിൻസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് എന്തിലേക്ക് പോകാം? ജോലിയിലേക്ക് പോകാം. മെയിൻസിനെയും ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്തു. മെയിൻസ് മിസ്ലേനിയസ് ആൻഡ് മെയിൻസ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഓക്കെ, ആദ്യം തന്നെ മെയിൻസ് മിസ്ലേനിയസിനകത്തിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? ഇപ്പൊ നമ്മൾ അവിടെ ഡയറക്ഷൻ ടെസ്റ്റ് പറഞ്ഞു, ഇൻഇക്വാളിറ്റി പറഞ്ഞു, ബ്ലഡ് റിലേഷൻ പറഞ്ഞു, കോഡിംഗ് ഡീകോഡിംഗ് പറഞ്ഞു, ആൽഫ ന്യൂമറിക്സ് പറഞ്ഞു, സിലോജിസം പറഞ്ഞു അല്ലെ? ഇതെല്ലാം നമുക്ക് എവിടെയും ഉണ്ട്, മെയിൻസിനും ഉണ്ട്. ഇതെല്ലാം മെയിൻസിനുണ്ട്. പക്ഷേ പ്രിലിംസിന് ചോദിച്ച രീതിയിലേ അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ് മെയിൻസിന്റെ പാറ്റേൺ. പ്രിലിംസിന് പഠിക്കുന്നത് ഒന്നുമല്ല നമുക്ക് മെയിൻസിന് ചോദിക്കാം. പക്ഷെ നമുക്ക് പ്രിലിംസിന്റെ ബേസ് ഉണ്ടെങ്കിലേ മെയിൻസിലേക്ക് വരുമ്പോൾ ചെയ്യാൻ പറ്റൂ. ബേസിക് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? കോഡഡ് ബ്ലഡ് റിലേഷനാ. ബേസിക് ഡയറക്ഷൻ ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ കോഡഡ് ഡയറക്ഷനാ. ബേസിക് ഇൻഇക്വാളിറ്റി അല്ല, കോഡഡ് ഇൻഇക്വാളിറ്റി ആയിരിക്കും ചോദിക്കുക. അതേപോലെ തന്നെ കോഡഡ് സിലോജിസവും ചോദിക്കാറുണ്ട്, റിവേഴ്സ് സിലോജിസവും ചോദിക്കാറുണ്ട്. ഓക്കെ, റിവേഴ്സ് സിലോജിസവും ചോദിക്കാറുണ്ട് സിലോജിസത്തിന്റെ കേസിൽ. പിന്നെന്താ, കോഡിംഗ് ഡീകോഡിംഗ് തന്നെ ചൈനീസ് കോഡിംഗ് ആണ് നമുക്ക് പ്രിലിംസിന് ചോദിക്കുക. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? മെയിൻസ് ലെവൽ കോഡിംഗ് ഡീകോഡിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, ദെൻ ആൽഫ ന്യൂമറിക് സീരീസിൽ, ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക് ഒറ്റയ്ക്കായിട്ടല്ല, അത് ഇൻപുട്ട് ഔട്ട്പുട്ടോടെ മിക്സ് ചെയ്തിട്ടാണ് മെയിൻസിന് ക്വസ്റ്റ്യൻസ് വരിക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഉറപ്പായിട്ടും എല്ലാ ബാങ്ക് എക്സാം മെയിൻസിനും ചോദിക്കുന്ന ടോപ്പിക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ദെൻ ഡേറ്റ സഫിഷ്യൻസി, കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ബൈനറി കോഡിംഗ്, കേട്ട് നിങ്ങൾ ടെൻസ്ഡ് ആകുമൊന്നും വേണ്ട, പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്രിട്ടിക്കൽ റീസണിങ് ആൻഡ് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും പോരാഞ്ഞിട്ടാണോ ഇനി ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്ന് കരുതും. ആക്ച്വലി എല്ലാം കൂടുതലും PO എക്സാമിനാണ്. നമ്മൾ ഇതുവരെ ചോദിച്ച എല്ലാ ടൈപ്പും നമ്മൾ പ്രാക്ടീസ് ചെയ്യും അല്ലെ? പക്ഷെ നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തൊരു പാറ്റേൺ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം അത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകണം. ഓരോ ടോപ്പിക്കും പഠിച്ച് നല്ല രീതിയിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കിനായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ആ ഒരു സ്കില്ല് നമുക്ക് കിട്ടുക. ബാങ്കിങ് എക്സാം ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ കാണാതെ പഠിച്ചു വെക്കാനൊന്നുമല്ല. ഓരോ ടോപ്പിക്കും നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, പിന്നെ 3 ദിവസത്തേക്ക് അനക്കമില്ല. അങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് സ്പീഡ് ഡെവലപ്പ് ആകില്ല. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് മെയിൻസിന്റെ ടോപ്പിക്. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നൊരു ഓവറോൾ ഐഡിയ ആണ് ഈ തരുന്നത്. ഓരോ ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതായിരിക്കും. ഇനി ഇതേപോലെ തന്നെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിനും എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. മെയിൻസിനും വെയിറ്റേജ് കൂടിയ ടോപ്പിക് തന്നെയാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. PO ആണെങ്കിൽ ഇച്ചിരി കൂടെ വെയിറ്റേജ് കൂടുതലാണ്. ക്ലർക്ക് എക്സാം ആയിരിക്കുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ പറഞ്ഞ മിസ്ലേനിയസിൽ നിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും ഏത് ക്ലർക്ക് എക്സാം ആണെങ്കിലും. എന്ന് പറഞ്ഞാൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചോദിക്കില്ല എന്നല്ല, ചോദിക്കും. ബട്ട് മിസ്ലേനിയസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടുതൽ ഉണ്ടാകും.
പക്ഷെ PO എക്സാം ആണെങ്കിൽ കൂടുതലും എന്തായിരിക്കും, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിരിക്കും. മിസ്ലേനിയസിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്ലർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ഓക്കെ, നമ്മൾ പ്രിലിംസിന് എന്തൊക്കെ പസിൽസ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ എവിടെ ചോദിക്കും, മെയിൻസിന് ചോദിക്കും. പ്രിലിംസിന് ചോദിക്കുക 1 വേരിയബിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ബോക്സ് ബേസ്ഡ് പസിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ബോക്സ് ബേസ്ഡ് പസിൽ എന്താ? ബോക്സ് ബേസ്ഡ് പസിൽ ഇപ്പൊ ഒന്നിന് മുകളിൽ ഒന്നായി ഇതേപോലെ ബോക്സസ് ഇങ്ങനെ അടുക്കി വെച്ചേക്കാം. ആ ബോക്സസിന്റെ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബോക്സസിന് ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും, ആൽഫബറ്റ്സ് ആയിരിക്കും കൊടുക്കുക. ABC ഇങ്ങനെ ആൽഫബറ്റ്സ് ആയിരിക്കും കൊടുക്കുക. അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിനനുസരിച്ച് നമ്മൾ അതിന്റെ ഓർഡർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് പ്രിലിംസിന്റെ 1 വേരിയബിൾ. പക്ഷേ പ്രിലിംസിന് ക്ലർക്ക് ആണെങ്കിൽ 1 വേരിയബിളും PO ആണെങ്കിൽ 2 വേരിയബിളും ആയിരിക്കും. 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ബോക്സസിന്റെ കൂടെ ഇതിന്റെ കളറും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ കണ്ടീഷൻസ് കൊടുക്കുക, ബോക്സസിന്റെ അറേഞ്ച്മെന്റും ഉണ്ടായിരിക്കും, അതിന്റെ കളറും കണ്ടെത്തണം. അപ്പൊ 2 വേരിയബിൾ ആയില്ലേ. PO ആണെങ്കിൽ നമുക്ക് 2 വേരിയബിൾ പസിൽസ് ആയിരിക്കും ചോദിക്കുക. മെയിൻസിലേക്ക് വരുമ്പോ വ്യത്യാസം 1 വേരിയബിളും അല്ല, 2 വേരിയബിളും അല്ല, 3 വേരിയബിളോ 4 വേരിയബിളോ ഒക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുക. അത് ഒരു പാറ്റേൺ തന്നെ ആകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മളോട് മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. മെയിൻസ് ലെവൽ, ഹൈ ലെവൽ പസിൽസുമായിട്ട് ഞാൻ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇതേപോലെ തന്നെ എല്ലാ ടൈപ്പിൽ നിന്നും എന്ത് വരാം, മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരാം. അത് 3 വേരിയബിളോ 4 വേരിയബിളോ ഒക്കെ നമ്മളോട് എക്സാമിന് ചോദിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മളോട് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസസ് ഉണ്ടാകും. ഇപ്പൊ ബോക്സ് ബേസ്ഡ് പസിൽ, അതുപോലെ ബ്ലഡ് റിലേഷൻ പസിൽസ്. ഇപ്പൊ ഇവിടെ ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബ്ലഡ് റിലേഷൻ പസിൽ. നമ്മൾ പ്രിലിംസിന് പഠിച്ചില്ലേ, മിസ്ലേനിയസ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചതാണ് ബ്ലഡ് റിലേഷൻ. അതിനെയും കൂടെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരും, പസിൽസ് വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. മിക്സ് ചെയ്തിട്ട് എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോ നമ്മളോട് പറയും ഒരു റോ ബേസ്ഡ് അറേഞ്ച്മെന്റ് ആണ്. ഈ റോ ബേസ്ഡ് അറേഞ്ച്മെന്റിൽ ഇങ്ങേ അറ്റം ഇരിക്കുന്ന ആള്, ഇപ്പൊ ലെഫ്റ്റ് എൻഡിൽ ഇരിക്കുന്ന ആള്, ഈ എൻഡിൽ ഇരിക്കുന്ന ആള് വേറൊരാളുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. പറഞ്ഞത് മനസ്സിലായോ? ആ സീറ്റിംഗ് അറേഞ്ച്മെന്റും എന്താണ്, ബ്ലഡ് റിലേഷനൂടെ മിക്സ് ചെയ്തിട്ട് വരും. നമുക്ക് എങ്ങനെ, ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ, എങ്ങനെ വേണേലും നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാം. അതാണ് ഞാൻ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും, ഇന്ന പസിൽ മാത്രമേ ചോദിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരും. അതുപോലെ ഓർഡർ ആൻഡ് റാങ്കിങ് പസിലിനകത്തില് ഇപ്പം നമ്മളോട് ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത് മാത്രമായിരിക്കും പ്രിലിംസിന് ചോദിക്കുക. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ ഹൈറ്റും വെയിറ്റും രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഓക്കെ, ഇതൊന്നും നിങ്ങളെ ആദ്യമേ ടെൻസ്ഡ് ആക്കാനോ പേടിപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ട് പറയല്ല. പക്ഷെ നമ്മൾ റിയാലിറ്റി അറിഞ്ഞിരിക്കണമല്ലോ. എത്രയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. റീസണിങ് എളുപ്പമാണ്, നമുക്ക് ഏറ്റവും സ്കോറിംഗ് സബ്ജക്റ്റ് ആക്കാം റീസണിങ്. പക്ഷെ ആ ഒരു ഓർഡറിൽ, ആ ഒരു എന്താ പറയുക അപ്രോച്ച് നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും സീറ്റിംഗ് അറേഞ്ച്മെന്റും നമ്മൾ പ്രിലിംസിന് പറഞ്ഞ എല്ലാ സീറ്റിംഗ് അറേഞ്ച്മെന്റും മെയിൻസിന് നമുക്ക് വേണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 വേരിയബിളും 4 വേരിയബിളും നമ്മളോട് ചോദിക്കാം. അതേപോലെ തന്നെ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ലീനിയർ, സർക്കുലർ, സ്ക്വയർ, റെക്ടാങ്കുലർ, ട്രയാങ്കുലർ, പാരലൽ, ഇതാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ. ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യന് ഞാൻ എക്സാമ്പിൾ പറയാം, ശ്രദ്ധിക്കാം. ഒരു റെക്ടാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഓക്കെ, ഇതിന്റെ അകത്തിൽ തന്നെ ഒരു സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇങ്ങനെ ചോദിക്കാം, നമ്മളോട് പറയും ഈ റെക്ടാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ ഇതിന്റെ കോർണറിൽ 4 പേരിരിപ്പുണ്ട്, മിഡിൽ 4 പേരിരിപ്പുണ്ട്. അതേപോലെ തന്നെ സർക്കിളിലുള്ളവർ ഇതേണ്ട ഫേസിങ് ഔട്ട്സൈഡ് ആണ്. ഞാനിതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ ഇത് എന്താണ് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്താണെന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. എന്താണ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ എന്നതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. റെക്ടാങ്കിൾ മാത്രമായിട്ടും സർക്കുലർ മാത്രമായിട്ടും ആയിരിക്കില്ല, ഇതിന്റെ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നമുക്ക്. ഓക്കെ, അപ്പം മെയിൻസിന് മിസ്ലേനിയസും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റും ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, ഇനിയും നമ്മളുടെ ഓരോ എക്സാമിനും എത്ര മാർക്ക് വീതം ചോദിക്കുന്നുണ്ട് റീസണിങ് സെക്ഷനിൽ നിന്ന്. RRB PO ആൻഡ് ക്ലർക്ക് ആദ്യം വരുന്ന എക്സാം RRB PO ആൻഡ് ക്ലർക്കാണ്. മെയിൻസിന് റീസണിങ് 40 ക്വസ്റ്റ്യൻസും 50 മാർക്കുമാണ്. ചില ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ സെക്ഷണൽ ടൈമിംഗ് ഇല്ല. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. PQയ്ക്കും ക്ലർക്കിനും 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഓക്കെ, IBPS PO ആണെങ്കിൽ 45 ക്വസ്റ്റ്യനും മാക്സിമം മാർക്ക് എത്രയാണ്? 60 മാർക്കുമാണ്. ഓക്കെ, അതിലും എന്താണ് 1 മാർക്ക് ക്വസ്റ്റ്യനും ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട്. IBPS ക്ലർക്ക് ആകുമ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ആയിരിക്കും, മാർക്ക് എത്രയാണ്? 60 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് വരാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ ഇവിടെ 4 എക്സാമിന്റെ കാര്യം മാത്രം പറഞ്ഞത്, ഓൾറെഡി ഡേറ്റ് വന്ന എക്സാം ആയതുകൊണ്ടാണ് അതിന്റെ മാത്രം കാര്യം പറഞ്ഞത്. ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോളാം. ഇത്രയും കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും കാര്യങ്ങൾ പഠിക്കണോ? സത്യം പറഞ്ഞ റീസണിങ് എളുപ്പമാണ്. ഞാൻ വെറുതെ പറയുന്നൊരു കാര്യമല്ല. നല്ല രീതിയിൽ ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്, ഏറ്റവും സ്കോറിംഗ് സബ്ജക്റ്റുമാണ് റീസണിങ്. ഇനി എങ്ങനെ പഠിക്കണം? ആദ്യമൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയവരുടെ ഒരു പ്രശ്നമായിരിക്കും സ്പീഡ് കിട്ടുന്നില്ല, പസിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള മിസ്ലേനിയസ് ടോപ്പിക്സിന് ഒരുപാട് സമയം എടുക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെൻഷൻസ് ആയിരിക്കാം. ഒരു ടെൻഷനും വേണ്ട. ആദ്യം തന്നെ നിങ്ങൾ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. സ്പീഡിന്റെ പുറകിന് ഓടണ്ട. ആദ്യം കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക ഓരോ ടോപ്പിക്കിന്റെ, എന്നിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക. ഒരു ദിവസം ചെയ്തു 10 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു കാര്യവും ഇല്ല, കൺസിസ്റ്റന്റ് ആയിരിക്കുക. അങ്ങനെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്പീഡ് കൂടിക്കോളും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്പീഡ് കൂടും. അതിൽ പ്രിലിംസിന്റെ പസിലാണെങ്കിലും മെയിൻസിന്റെ പസിലാണെങ്കിലും നിങ്ങൾ ടെൻസ്ഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ ചാനലിൽ കൃത്യമായിട്ട് വരിക. നമുക്ക് എല്ലാത്തിൻ്റെയും ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ 2024 വരാൻ പോകുന്ന എക്സാംസ് നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.